ഹലോ, വെൽക്കം ടു വാമീസ് മാം യൂട്യൂബ് ചാനൽ. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടലായിട്ട് മാറിയിരിക്കാം. അതിൻ്റെ അകത്ത് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ശോഭ വിശ്വനാഥും അതുപോലെ തന്നെ ഷിയാസ് കരീം. ശോഭ ബിഗ് ബോസിൽ വന്നത് തന്നെ ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്തിട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം ലക്ഷ്മിക്ക് മുട്ടം പണിയാണ് അവൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ലക്ഷ്മി എന്നെങ്കിൽ കുറച്ചൊരു വൃത്തി കൂടുതലുള്ള ഒരു ടൈപ്പ് അല്ലേ. അപ്പോൾ അവളെന്താ, നീ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് തുമ്മുന്നു, പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞ് 2 തവണ ഇപ്പോൾ ലക്ഷ്മീനെ ബിഗ് ബോസിന്ന് അവള് കുളിക്കെന്ന് പറഞ്ഞിട്ട് വൃത്തിയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ആദില അവിടുത്തെ ഹോട്ടൽ മുതലാളീൻ്റെ മോളും പിന്നെ അവളൊരു ബോയ് ഫ്രണ്ടായിട്ട് ആര്യനെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആര്യനോട് പറഞ്ഞു, നിനക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, നീ എൻ്റെ സാരി തുമ്പും പിടിച്ചിട്ട് വാ. അത് ആര്യനിട്ടൊരു കുത്തു കൊടുത്തതാണ്. കാരണം ആര്യൻ ജിസേലിൻ്റെ വാലായിട്ട് നടക്കുന്നതെന്നാണല്ലോ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവളൊന്ന് പറഞ്ഞതാണ്. എന്തായാലും നല്ല കണ്ണിങ് ആയിട്ടുള്ള കളി. ഷിയാസ് എന്തെല്ലോ പൊട്ടത്തരം കളിക്കുന്നതല്ലാണ്ട് ശോഭ നല്ല കണ്ണിങ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആദിലേനോട് പറഞ്ഞു, എന്തായാലും ഇവന് ജിസേലിനാ ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി ആയിട്ട്. അപ്പൊ ജിസേൽ സെക്യൂരിറ്റി ആയിട്ട് ഇവൻ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഇവൻ എൻ്റെ വാല് തൂങ്ങിയിട്ടല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് വേറെ ആരായിട്ടെങ്കിലും എന്തെങ്കിലും അഫെയറോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ തോന്നുന്നുണ്ടോ, പ്രപ്പോസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു നൂറ അവിടെ നിൽക്കുന്ന സമയത്ത്. അപ്പൊ പറഞ്ഞു, എനിക്ക് ഇവരുമായിട്ട് നൂറേനെ കാണിച്ചിട്ട് പറഞ്ഞ് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ ആർക്ക് വേണ്ടിയിട്ടും കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം, ഇപ്പൊ തന്നെ പ്രപ്പോസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞേ, ഞങ്ങളിപ്പോൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ വീട്ടിൽ കയറ്റൂല ആരും. അന്നേരം ഓള് പറഞ്ഞ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ, ഞാൻ വാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞ എല്ലാവരോടും അവളെച്ചാൽ ലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ട്. ലക്ഷ്മിനെ നല്ലോണം നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവളെ കയ്യിലുള്ള ഒരു റിങ് എടുത്തിട്ട് ആദില എൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പം തന്നെ പ്രപ്പോസ് ചെയ്തു. ഒരു റോസാപ്പൂവും കൊടുത്തു. അപ്പോൾ റോസാപ്പൂവും കൊടുത്ത് ആദില പ്രപ്പോസ് ചെയ്ത് ഞങ്ങളെ ആരും വീട്ടിൽ കയറ്റാണ്ടല്ലേ എന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എല്ലാവരും പറഞ്ഞ്, ഇതിൽ ആരല്ല വീട്ടിൽ കയറ്റുക ഇവരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ബാക്കി എല്ലാവരും കൈവന്തിച്ചു. ലക്ഷ്മി കൈവന്തിച്ചില്ല. ലക്ഷ്മിന്റെ മുഖം കാണണം. ലക്ഷ്മിയാണ് അവിടെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുക എല്ലാം ചെയ്യുന്നത്. കൊണ്ട് അവക്ക് ഇവരെ ഗസ്റ്റിനെ ചൊടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ലക്ഷ്മി എല്ലാം അടക്കി പിടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ലക്ഷ്മി കിട്ടിച്ച മുഴുവൻ ലക്ഷ്മി കിട്ടിട്ട് അവള് പണി കൊടുക്കുന്നത്. ഷിയാസ് കരീം അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ചെറിയൊരു ഷോർട്ടായിട്ട് കാണിച്ചു തരാം. ഷിയാസ് കരീം അനുമോളോട് എവിടെ നിന്റെ പ്ലാച്ചീന്ന് ചോദിച്ചിട്ട് പ്ലാച്ചീനെ എടുത്തിട്ട് ബിഗ് ബോസിന്റെ പുറത്തേക്ക് എറിഞ്ഞു. ഇത് കുറച്ച് അനുമോളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. കാരണം അനുമോളും ഷിയാസും ഭയങ്കര ഫ്രണ്ട്സാണ്. ഞാൻ നിനക്ക് വേറെ വാങ്ങിത്തരാന്നെല്ലാം പറയുന്നുണ്ട് അവൻ. പക്ഷെ വേറെ വാങ്ങിത്തരാന്നെല്ലാം പറഞ്ഞാലും അവൾക്ക് ഇതുമായിട്ടുള്ള ഒരു പ്ലാച്ചിയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കര അല്ലേ. അപ്പോൾ അവള് വെറും പുറത്ത് ഈ പ്ലാച്ചിയും കരച്ചിലും കൊണ്ട് നടക്കുന്നതാണ് എന്നാണല്ലോ പുറത്ത് കാണുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഷിയാസ് ഇതെടുത്ത് തരുന്നത്. കാരണം അവളെ ഇനി ഈ പ്ലാച്ചീനെയും കൊണ്ട്